ജടകെട്ടിയ കാർമുടിക്കെന്തിനി മുല്ലപ്പൂമലര് കലിതുള്ളിയ കാളിതൻ കാലി തങ്ക പൊൻചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാട് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് എരിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്. കരിങ്കാളിയിലെ ആരൊക്കെയായിട്ട് വരും നിങ്ങളൊക്കെ? ഞാനതിന്റെ ക്യാമറമാൻ ഡയറക്ടറാണ് വിദ്യാശങ്കർ. പൈസ ഉണ്ടാക്കിയേക്കുന്ന പ്രൊഡ്യൂസർ ഉണ്ടോ ഇതിനകത്ത്? ഇല്ലല്ലേ, ദുബായിലുള്ള വ്യക്തിയാണ്, ജയനീഷ് മണപ്പള്ളി എന്ന് പറയും. ക്യാമറമാൻ ഡയറക്ടർ. ഓക്കെ, ചേട്ടനോ? പാട്ടുപാടിയിലെ ഒരാളാണ്, ഒരാൾ വന്നിട്ടില്ല. ഈ മെയിൻ ആളും പിന്നെ മറ്റേ നമ്മുടെ ദേവീനെയും കുട്ടീനെയും ഒക്കെ കണ്ടപ്പോഴത്തേക്കും നിങ്ങളൊക്കെ ശോഭ കുറഞ്ഞു പോയി ചേട്ടാ. പാട്ടുപാടിയ ഒരാളാണ്. ഇത് തന്നെ നമ്മുടെ മെയിൻ പാട്ടുകാരനാണ്, സിംഗറാണ്. ഇതാണ് സംഗീതം മ്യൂസിക് ചെയ്താണ്. അതിന്റെ വീഡിയോയില് പുറകിൽ കളിക്കുന്നുണ്ട്. മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ കർത്താവ്. ശ്രീകുമാരേട്ടൻ പാടി അഭിനയിക്കുമ്പോ പുറകിൽ കുറച്ച് പേര് നിൽക്കുന്നു. അഭിനയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാടിയില്ലേ ചേട്ടൻ? ഇല്ല, പാടിയിട്ടില്ല. അവരൊക്കെ തന്നെയാണ്. ഞാൻ വിചാരിച്ചിരുന്ന ചേട്ടനാണ് ഇതിനകത്ത് പ്രധാന ഗായകനെന്നാ. ആക്ച്വലി ഞാനൊരു സിംഗറാണ്, ഗാനമേളയിലൊക്കെ. പക്ഷെ ഇവരധികം ചാൻസ് തന്നില്ല ചേട്ടാ ഈ പാട്ട് പാടാനായിട്ട്. അങ്ങനെയല്ല, പുതിയ ആൾക്കാരൊക്കെ എല്ലാവരും വരണം, എല്ലാവർക്കും ചാൻസ് വേണം. അങ്ങനെയൊക്കെ തന്നെയായിട്ടാണ് ഇവര് രണ്ടുപേരും ഇതിലേക്ക് പാടാനൊക്കെ ആയിട്ട് വന്നത്. ഇല്ല, നിങ്ങളുടെ കൊടുങ്കാളിയായിട്ട് കാണിക്കുന്ന ആ സുന്ദരിയായ വനിത എവിടെ പോയി? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ്, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്, തിരക്കിലാണ്. ആ സുന്ദരിയായ കുഞ്ഞെവിടെ? കുഞ്ഞു വന്നിട്ടില്ല. കണ്ടോ, ഞങ്ങൾക്ക് വേണ്ട രണ്ടാൾക്കാരെ ഇവര് കൊണ്ടുവന്നിട്ടില്ല. അവരെ രണ്ടുപേരെ മാറ്റി നിർത്തിയല്ലേ. ലിറിസിസ്റ്റിനോട് ചോദിക്കട്ടെ, പാട്ട് എഴുതിയപ്പോഴത്തേക്ക് ചേട്ടന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ 2 കോടി ആൾക്കാരിലേക്ക് എത്തുമെന്നും ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, സാധാരണക്കാരെങ്കിൽ എല്ലായിടത്തും ഈ പാട്ട് കയറി അങ്ങ് വൈറലാകുമെന്നും എവിടെയെങ്കിലും പോയായിരുന്നോ? ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രത്തോളം എത്തുന്നു നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഭഗവതി സഹായിച്ച് എത്രത്തോളം എത്തി, എല്ലാവരും സപ്പോർട്ടും, പിന്നെ അമ്മ എന്ന് പറയുന്ന ഒരു ഘടകം അതിലുണ്ടല്ലോ, അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങള് ഇതിന് മുൻപ് ഒരു പാട്ട് ചെയ്തിരുന്നു, കണ്ണം തന്നെ എഴുതിയിട്ട് ഞാൻ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഗംഭീര ടിക്ടോക്കിന്റെ ഒളിച്ചോട്ടക്കാരൻ ദേശീയ ഗാനം പൊന്നെന്തിനാന്ന് പാട്ടുണ്ട്. അത് ഞങ്ങളുടെ പാട്ടാണ്. ഇത്രയും വലിയ പാട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒറ്റ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു സാധ്യത, ഞങ്ങളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. 3 കോടി അടുത്താണ്. അയ്യോ, എനിക്കത് പറഞ്ഞു കേട്ടെ. ആ പാട്ടൊന്ന് പാടാവോ നിങ്ങൾ എല്ലാവരുടെ? ആ പാട്ട് പാടിയിരിക്കുന്ന അനീഷ് അടക്കുള്ളതാണ്. അപ്പൊ അത് പാടാം അല്ലേ? കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണു വെച്ച് പോകും കന്നിക്കതിരാണ്, കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളോരെ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണ്.